ജനതാ പാർട്ടികളുടെ ലയനത്തിന് വീണ്ടും ശ്രമിച്ചാലും സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് ഉണ്ടാകുമെന്ന് ഉറപ്പില്ലെന്ന് ജെഡിയു അധ്യക്ഷൻ ശരത് യാദവ് റിപ്പോർട്ടറോട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയതലത്തിൽ വിശാല ബദലുണ്ടാക്കാൻ ജെഡിയു മുൻകൈയെടുക്കും. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ രാഷ്ട്രീയത്തിൽ നിന്ന് അവധി ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും ശരത് യാദവ് റിപ്പോർട്ടറോട് പറഞ്ഞു. ബീഹാറിലെ ജെഡിയു ആർജെഡി കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ ബുദ്ധികേന്ദ്രം ജെഡിയു അധ്യക്ഷൻ ശരത് യാദവാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിൽ ജെഡിയുവിന്റെ പ്രാതിനിധ്യം 2-ൽ ശരത് യാദവാണ് ജനതാ പാർട്ടികൾ ഒന്നിച്ചാലേ അതിജീവിക്കാനാകൂ എന്ന മുന്നറിയിപ്പ് നൽകിയത്. നിതീഷ് കുമാറിനെയും ലാലു പ്രസാദ് യാദവിനെയും ഒപ്പം നിർത്തിയുള്ള തന്ത്രം സംസ്ഥാനത്ത് ഫലം കണ്ടുവെന്ന വിലയിരുത്തലിലാണ് ശരത് യാദവ്. ആദ്യ 2 ഘട്ടങ്ങളിലെ താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അമിത്ഷായ്ക്ക് വീട്ടിലിരിക്കാൻ സമയമായെന്ന് യാദവ് പറയുന്നു. अमित शाह बोल रहे हैं बेचैन है, चारों तरफ घूम रहे हैं, उनकी छुट्टी होगी, जैसे ही हारे तो छुट्टी होगी, इसलिए लगे हुए हैं, यहीं पड़े हुए हैं. പ്രചാരണത്തിന് പണമൊഴുക്കി അധികാരം നേടാനാണ് ഇപ്പോൾ ബിജെപിയുടെ ശ്രമം. പക്ഷേ ഇക്കുറി മോഡിയുടെ കസർത്തുകളിൽ ജനം വീണിട്ടില്ല. സംവരണം മാറ്റില്ലെന്ന് ബിജെപി ഇപ്പോൾ വിശദീകരിക്കുന്നത് വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടാനാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പൊളിഞ്ഞ ജനതാ പരിവാർ ഏകീകരണത്തിനായി തിരഞ്ഞെടുപ്പിന് ശേഷം ശ്രമം തുടരുമെന്ന് പറയുമ്പോഴും മുലായം സിംഗ് യാദവ് ഉണ്ടാകുമെന്ന ഉറപ്പ് ശരത് യാദവിനില്ല. തന്റേതായ കാരണങ്ങളും സമ്മർദ്ദവും കൊണ്ടാണ് മുലായം പിന്മാറിയത്. ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ തന്നെ പുതിയ ബദലിനായി ശ്രമിക്കും. लालू जी है, शरद यादव है, नीतीश कुमार है, ये एक है तो जनता जो है वो गोलबंद करना थी, गोलबंद हो गई है वो, इसलिए दूसरी बातों पे विवाद में नहीं जाते हैं. तो हो जाएगा भविष्य में वो यहाँ जीतने के बाद फिर एकता का बड़ा मामला चलेगा. मुलायम सिंह भी साथ में होगा ये नहीं कह सकते, लेकिन इतना जरूर है कि देश में बड़ा भारी एक विशाल एक विकल्प बनाएंगे. ബീഹാർ ഭരണത്തെ കുറ്റപ്പെടുത്തുന്ന ബിജെപിയുടേതാണ് യഥാർത്ഥ ജംഗിൾ രാജെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പട്നയിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നീർക്കുന്നതോടൊപ്പം എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.